നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു US യാത്ര. ഞങ്ങൾ വേ ടു എയർപോർട്ട്. കൊച്ചിയിൽ നിന്ന് ഓസ്റ്റിനിലേക്കാണ് ഞങ്ങളുടെ യാത്ര. എയർപോർട്ടിൽ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ എക്സ്പീരിയൻസ് സെൻറ്ററിലാണ് ഞങ്ങൾ ചെല്ലുന്നത്. ഫെഡറൽ ബാങ്കിന് അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് ഫ്ലൈറ്റ് കയറുന്നതിന് 6 മണിക്കൂർ അവിടെ പോയി ചെക്ക് ഇൻ ചെയ്താൽ എയർപോർട്ടിനോട് ചേർന്നുള്ള ആ സ്ഥലത്ത് നമുക്ക് ഇരിക്കാം. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ ടേക്ക് കെയർ ചെയ്യും. ഇവിടെയാണെങ്കിൽ വളരെ നല്ല നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയുള്ള സൗകര്യമുണ്ട്. അവർ കോഫി സ്നാക്സൊക്കെ തരും. അതുമൊക്കെ കഴിച്ച് നമുക്ക് റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. ഫ്ലൈറ്റിൻ്റെ ടൈം ആകുമ്പം അഥവാ ലേറ്റ് ആണെങ്കിൽ ആ ലേറ്റ് അനുസരിച്ചായിരിക്കും അവർ കൊണ്ടുപോകണം. ഫ്ലൈറ്റിൻ്റെ ടൈം ആകുമ്പം അവിടുന്ന് അവർ തന്നെ അവരുടെ വണ്ടിയിൽ നമ്മളെ വന്ന് വിളിച്ച് കയറ്റി കൊണ്ടുപോകും. ഇവിടെ അത്യാവശ്യം നല്ലൊരു സൗകര്യമുണ്ട്. നമുക്കവിടെ അല്പനേരം റെസ്റ്റ് എടുക്കാം. നല്ല ടോയ്ലറ്റും നല്ല സൗകര്യങ്ങളും ഉണ്ട്. ഒരു കോഫിയൊക്കെ കിട്ടും. നമുക്കിവിടെയുള്ളൊരു ഗുണമെന്ന് പറയുന്നത് എയർപോർട്ടിലെ ലഗേജ് എടുക്കൽ, അതേപോലെ തന്നെ അവിടെ പോയി ചെക്ക് ഇൻ ചെയ്യുന്ന കൗണ്ടർ വരെയും അവിടുത്തെ ബെൽറ്റിൽ വരെ അവർ വെച്ച് തരും ലഗേജെല്ലാം. അവർ ചെക്ക് ഇൻ ചെയ്ത് അവിടം വരെ എല്ലാ ഹെൽപ്പും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ലഗേജ് റാപ്പിംഗ് അത് നമ്മൾ ചെയ്യണമെന്ന് അതിൻ്റെ എക്സ്ട്രാ പൈസ നമ്മൾ കൊടുക്കണം. എന്നാലും എന്തെങ്കിലും ഡാമേജ് ആകാനുള്ള സാധ്യതയുള്ള പെട്ടികളൊക്കെ ഇതുപോലെ റാപ്പ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ചെക്ക് ഇൻ ചെയ്ത് ഇൻസൈഡിലേക്ക് കയറുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എയർപോർട്ട് ലോഞ്ചുണ്ട്. അത് ഇൻ്റർനാഷണൽ ഉണ്ട്, ഡൊമസ്റ്റിക് ലോഞ്ചുകളും ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെടുക്കുന്ന ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ആണെങ്കിലും എയർപോർട്ട് ലോഞ്ചോട് കൂടിയുള്ളത് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയി സമയം സ്പെൻഡ് ചെയ്യാം. മാത്രമല്ല 2 രൂപയാണ് ഒരു കാർഡിന് വെച്ച് അവർ ചാർജ് ചെയ്യുള്ളൂ. ഒരു കാർഡിന് എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റി ഉള്ള കാർഡാണ് 2 രൂപ കൊടുത്താൽ മതി. അതിനുശേഷം അവിടെ പോയി റെസ്റ്റ് എടുക്കാം. ഫ്ലൈറ്റിൻ്റെ ടൈം വരെയും അവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം സമയമായപ്പം ഗേറ്റിലേക്ക് പോയി. അവിടെ ഗേറ്റിൻ്റെ അടുത്ത് അധികം നേരം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു അനൗൺസ്മെൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് പോയാൽ മതിയാവും. ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ടൈം ഏതാണ്ടായി. ഇതിഹാദ് എയർവേസിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. കൊച്ചിൻ ടു അബുദാബി. അബുദാബിയിൽ നിന്ന് ഒരു 3 മണിക്കൂറോളം ഞങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ഓവർ ഫെസിലിറ്റി ഉണ്ട്, ടൈമുണ്ട്. ആ ടൈമിൽ 3 മണിക്കൂറോളം കഴിഞ്ഞിട്ട് അബുദാബിയിൽ നിന്ന് അടുത്ത ഗേറ്റിലേക്ക് പോകേണ്ടതാണ്. അബുദാബി എയർപോർട്ട് വളരെ ഭംഗിയുള്ളതും വളരെ പുതിയതായിട്ടുള്ള എയർപോർട്ടാണ്. മറ്റൊരു കാര്യം അബുദാബിയിലുള്ളത്, ഓസ്റ്റിനിലേക്കുള്ള ടിക്കറ്റിന് ഇതിഹാദിന് അമേരിക്കയിലെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് അബുദാബി തന്നെ തീർക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ 3 മണിക്കൂറോളം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന ടൈം കൊണ്ട് ഞങ്ങൾ USA തന്നെ ഇമിഗ്രേഷനിൽ പോയി അത് ക്ലിയർ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഈ ഫ്ലൈറ്റിലേക്ക് കയറുന്നത്. അവിടുന്ന് അടുത്ത ഗേറ്റിലേക്ക് ഞങ്ങൾ ചെന്നു. അവിടെ ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തപ്പോഴത്തേനും ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ടുള്ള ടൈമായി. പിന്നെ അവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എല്ലാം ഈ ഓപ്പൺ സ്പേസിൽ തന്നെയുണ്ട്. അവിടെ വേണമെങ്കിൽ സമയമൊക്കെ സ്പെൻഡ് ചെയ്യുകയോ എന്തെങ്കിലും വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യാം. അതിനുശേഷം ഞങ്ങൾ ഗേറ്റിൽ ചെന്നിട്ട് ന്യൂയോർക്കിലേക്ക് JFK ഞങ്ങൾ US ചെന്ന് ഇറങ്ങുമ്പം സ്ട്രെയിറ്റ് ആയിട്ട് നേരെ നമ്മൾ അവിടുത്തെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് വന്നിറങ്ങുന്ന പോലെ തന്നെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഇല്ലാതെ ലഗേജ് എടുത്ത് വെളിയിലേക്ക് അങ്ങ് പോകാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സൗകര്യമാണ്. ഞങ്ങളിപ്പം അബുദാബി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് ബോർഡിങ്ങിന് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോകുന്നു. ഇതിഹാദ് ഒരു ആവറേജ് കുഴപ്പമില്ല ഫ്ലൈറ്റ്. പക്ഷേ ഒരു അകമൊന്നും ഒത്തിരി ലെഗ് സ്പേസ് ഒക്കെ ഇച്ചിരി കുറവായിട്ടാണ് തോന്നുന്നത്. ഓക്കെ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെയൊക്കെ ഹൈറ്റ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നോർമൽ ഹൈറ്റ് ആയതുകൊണ്ട് കഷ്ടിച്ച് കാലവിടെ ഇരിക്കും. ശരിക്കും പറഞ്ഞാൽ
ഒരു 6 അടി ഹൈറ്റുള്ള ആൾക്കാർക്ക് അവിടെ ഇരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ നിന്നും അബുദാബിയിൽ നിന്ന് നേരെ ന്യൂയോർക്കിലോട്ടാണ് ഫ്ലൈറ്റ് പോകുന്നത്. ഏകദേശം 13 hours ട്രാവൽ ഉണ്ട് അവിടുന്ന്. അപ്പം ലഞ്ച് മെനു ആണ്. ഇതൊരു പാസ്ത ബേസ് ചെയ്തിട്ടുള്ള ഇത്, സോസേജ്, കുറച്ച് ഫ്രൂട്ട്സ്, ഒരു പുഡിങ്. ഫുഡ് വലിയ കുഴപ്പമില്ലായിരുന്നു, ആവറേജ് കുഴപ്പമില്ലായിരുന്നു. നമ്മളങ്ങനെ ന്യൂയോർക്ക് എയർപോർട്ടിൽ നിന്ന് അടുത്ത എയർപോർട്ടിൻ്റെ മറ്റൊരു വിങ്ങിലോട്ട് നമ്മൾ ട്രെയിനിൽ പോവുകയാണ്, ട്രാൻസ്ഫർ ചെയ്യുക അവിടെ നിന്ന് ഇനി അമേരിക്കൻ എയർവേസിലാണ് ഓസ്ട്രേലിയയിലോട്ട് പോവേണ്ടത്. We are arriving at Terminal 5. Stop. Look around and please take all your belongings. ഞങ്ങൾ അമേരിക്കൻ ഫ്ലൈറ്റിലോട്ട് കയറി. അവിടെ നിന്ന് ഏകദേശം ഒരു 4 മണിക്കൂറുണ്ട് ഓസ്റ്റിനിലോട്ട്. ഈ ഫ്ലൈറ്റ് അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ടായിരുന്നു. ഇത്തിഹാദിനേക്കാളും കുറച്ചുകൂടെ ഇരിക്കാനൊക്കെ കംഫർട്ടബിൾ ആയിരുന്നു സീറ്റ്. ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും എല്ലാം ഉണ്ടായിരുന്നു. ഏതായാലും യാത്രാക്ഷീണം കാരണം 4 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. ആ ഫ്ലൈറ്റിൽ നന്നായിട്ട് ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ ഓസ്റ്റിനിലോട്ട് ഇറങ്ങുവാണ്. ക്യാപിറ്റൽ ഓഫ് ടെക്സസ്. ടെക്സസിന്റെ ക്യാപിറ്റലാണ് ഓസ്റ്റിൻ. അങ്ങനെ ഞങ്ങൾ ഓസ്റ്റിനിലെ വെളിയിലോട്ട് ഇറങ്ങി. ലഗേജ് എല്ലാം വെച്ച് വെയിറ്റ് ചെയ്യുകയാണ് മോൻ വരാൻ വേണ്ടി. രൈജൻ്റെ ഷൂ കറക്റ്റ് ഓസ്റ്റിനിൽ എത്തിയപ്പോഴത്തേക്കും എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വെളി വന്നപ്പോഴത്തേക്കും പൊളിഞ്ഞു. എനിക്ക് തോന്നുന്നൊരു 10 വർഷത്തിന് മേളിലായി ആ ഷൂ മേടിച്ചിട്ട്. ഏതായാലും പുതിയ ഷൂ മേടിക്കാനുള്ളൊരു വകുപ്പായി. അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ കയറ്റി മോൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്, 45 minutes ഡ്രൈവ് ഉണ്ട് മോൻ താമസിക്കുന്നിടത്തോട്ട്. രാത്രി വെളുപ്പിനെ 3:30-4 മണിയായി ഞങ്ങൾ എത്തിയപ്പം. ദൈവകൃപയാൽ ഞങ്ങൾ ഓസ്റ്റിനിലെത്തി. അലൻ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് അലൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഇവിടുന്ന് ഒരു 45 minutes ഡ്രൈവ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും യാത്രയൊക്കെ വലിയ പ്രയാസം കൂടാതെ എത്തി. കൂടുതൽ അമേരിക്കൻ വിശേഷങ്ങളിലൂടെ നമുക്ക് തുടർന്നും യാത്ര ചെയ്യാം.